5 കിലോമീറ്റർ ചുറ്റളവിൽ എന്നെ കണ്ടു പഠിക്കരുതെന്ന് നാട്ടുകാർ പറയാം. കൊല്ലത്തുള്ള ഒരു ചേച്ചി പറയണം എന്നെ കണ്ടു പഠിക്കണം. ആർക്കും പറ്റില്ല. ഭാര്യ താര, ശരിക്കും നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? എന്താണ്? കുറച്ച് വീടപ്പുറം. എന്റെ വീട്ടിൽ പറഞ്ഞ പോലെ വീട്ടുകാർക്ക് കണ്ടുകൂടായിരുന്നു. മാനസിക രോഗിയാണ് മോളെ വേണ്ട. അത് കഴിഞ്ഞ് കുട്ടിന്റെ വീട്ടുകാര് വന്ന് പറഞ്ഞു, മോളെ നിനക്ക് ഭ്രാന്താണ്, അവനതിലും വലിയ ഭ്രാന്താണ്. അവസാനം കെട്ടി. ഞാൻ അറിഞ്ഞില്ല എത്ര വലിയ ഭ്രാന്തുണ്ട്. പക്ഷെ രസമായിരുന്നില്ലേ നിങ്ങളുടെ കോംബോ ഇല്ലേ? കോംബോ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ചില സമയം ഈ പറയുന്നത് പോലെ അഡൽട്ട് കോമഡിയിലേക്ക് പോകുന്നത് ഒരു ടൈമിൽ അതും ഹിറ്റായിരുന്നു അല്ലേ? അതായത് ഞാൻ നോക്കുമ്പോ എല്ലാ പ്ലാറ്റ്ഫോമും ഡിഫറെന്റാ. ഫേസ്ബുക്ക് ടൈപ്പ് ഓഡിയൻസ് അല്ല ഇൻസ്റ്റാഗ്രാം, ഇത് ടൈപ്പ് അല്ല യൂട്യൂബ് ഞങ്ങൾ അധികം ആക്റ്റീവ് അല്ല, യൂട്യൂബിൽ കുറവാണ്. അപ്പൊ ഞങ്ങൾ ഈ 2 മീഡിയ അപ്പൊ ഇതിൽ നോക്കുമ്പോ കുറച്ച് അഡൽട്ട് കണ്ടന്റ് അങ്ങനത്തെ ഓവറായിട്ടല്ല കേട്ടോ. കാരണം നല്ലൊരു വിധം ആൾക്കാർക്ക് മനസ്സിലാവുന്ന അത്ര ഇല്ലാത്ത രീതിയിലുള്ള സാധനം ഇൻസ്റ്റാഗ്രാമിൽ പോകും. അങ്ങനത്തെ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഏജ് കുറച്ച് യങ്ങായ ആൾക്കാർ യൂസ് ചെയ്യണം തോന്നുന്നു. മറ്റേലും അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ സദാചാരക്കാര് കയറി നിരങ്ങും. ഫേസ്ബുക്കിൽ ഏറ്റവും വലിയ വൃത്തികെട്ടന്മാര് വരും. അതങ്ങനെ. പക്ഷെ അതുപോലെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഇങ്ങനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒരു കണ്ടന്റ് നമുക്ക് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതും ആൾക്കാരിൽ എത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആരും പ്രൊഫഷണലി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല. ഞാൻ പോലീസിലാണ്, ഇവള് സൈക്കോളജിസ്റ്റ് ആണ്, ഇവൻ LD ക്ലർക്കാണ്, ഇവൻ അക്കൗണ്ടന്റ് ആണ്, ജിൻചാറിന് സ്വന്തമായിട്ട് ലോണ്ടറി സർവീസ് ഉണ്ട്, വേറെ ഉണ്ട്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ കൂടിയിട്ട്. പക്ഷെ ആ ദിവസം ഞങ്ങൾ 10 വീഡിയോ ഷൂട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ ബാക്കി ദിവസം ഞങ്ങൾ പണിക്കും. കാരണം ഞങ്ങൾക്ക് ഇതിന് വേണ്ടി ഞങ്ങൾക്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ആൾക്കാരില്ല, മ്യൂസിക് ചെയ്യാൻ ആൾക്കാരില്ല, എഡിറ്റ് ചെയ്യാൻ ഒക്കെ ഞങ്ങൾ തന്നെ അങ്ങനെ അങ്ങനെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൂടി ഇവിടെ തന്നെയാണോ? ഈ ഞങ്ങൾക്ക് ഒരു സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ ഇതിൽ വന്നു. പിന്നെ ഇതിൽ മെയിൻ എന്താ വെച്ചാൽ ഞങ്ങൾ അടുത്തുള്ളവരാണല്ലോ. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതിന് 99% വീഡിയോസിനും നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ല. കുട്ടി ഫ്രീ ആയിരിക്കുമ്പോൾ വിളിക്കും, ഞായറാഴ്ച ഫ്രീ ആണോ, രാഹുൽ ഫ്രീ ആണ്, എല്ലാവരും ഫ്രീ ആണ്, അപ്പോൾ ഫ്രീ ആണ്, എല്ലാവരും ഫ്രീ ആണ്. അങ്ങനെ വരുന്നു. ചെറിയൊരു ത്രെഡുമ്മ തുടങ്ങി അതങ്ങനെ ഞങ്ങൾ ചെറിയ സംഭവം ചെയ്ത് വലുത് വരുമ്പോൾ അതൊരു വീഡിയോ ആവുന്നതാണ്. ഒരു 99% നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതിയ കണ്ടന്റുകൾ ഉണ്ടായിരിക്കും, ചെറിയ ഐഡിയാസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോ ഈ കണക്കിനാവും. ഓരോ റീടേക്ക് വരുമ്പോഴാണ് ഞങ്ങള് പിന്നെയും അപ്പൊ വീണ്ടും അന്ന് നമുക്ക് ഇതുകൂടി കയറ്റാം. റീടേക്ക് കൂടുന്തോറും ലെങ്ത് കൂടി കൂടുതൽ സാധനങ്ങൾ കയറും. റീടേക്ക് കൂടുമ്പോഴാണ് ചിലപ്പോ നമ്മളെത്ര പറയില്ല, അഴുക്കിച്ചാലിന്റെ മുകളിൽ എത്ര പൊതപ്പിട്ട് മൂടിയാലും ഇതിന്റെ മണം പുറത്ത് വരുന്ന അതുപോലെയാ. കൂടുതൽ തെറ്റിക്കണത് ഞാനാവും. അപ്പൊ പിന്നെ എനിക്കാവും ആ കൂടുതൽ അടയിലോ പറയാനുള്ള അവസരം തരുന്നത് എനിക്കാവും.